മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം, പൊതുജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ, ആരോഗ്യ, വിദ്യാഭ്യാസ, ഗതാഗത മേഖലയിലെ പുരോഗതി എന്നിവ ലക്ഷ്യമിട്ട് മുണ്ടക്കയം പഞ്ചായത്ത് വികസന സമിതി യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സുസമ്മ മാത്യുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. മലയോര കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നാണ് നമ്മുടെ പഴപ്പുരാണം ഒന്നും പറഞ്ഞിട്ടുള്ള പ്രയോജനം. നിങ്ങൾക്കുള്ള പ്രതീക്ഷ എന്നെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? അല്ലെ, ഞാൻ ഞാനല്ല MLA എന്നുള്ള നിലയ്ക്ക് രണ്ടാമത് ഭരണ സംവിധാനങ്ങൾ ഉള്ളപ്പം അതെന്ത് പ്രയോജനം ഈ നാടിന് എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന. ഒന്ന്, VD സതീശന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അകത്തൊരു ചെറിയ പച്ചൻ്റെയുണ്ട്. ജനങ്ങളുടെ ഫണ്ട് എത്തിക്കുക. ചുമ്മാ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പണിയൊന്നുമില്ല. മാക്രോ എക്കോണമിക് പോളിസി എന്ന് അതിനെ പറയുന്നത് വൻതോതിൽ ഫണ്ട് എത്തിക്കുന്ന സ്കീം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ഉദാഹരണം. ഞാനത് പ്രസംഗത്തിൽ അവിടെ നിയമസഭയിൽ പറഞ്ഞിരുന്നു. നമ്മുടെ റബ്ബർ വില 10 വർഷമായിട്ട് 150 രൂപയുണ്ടെന്ന് സങ്കല്പിക്കുക. അത്രേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് 250-260 രൂപ. 10 വർഷം നമുക്ക് ആ വില കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഫ്ലേഷൻ, അന്ന് 10 വർഷം മുമ്പ് ചായക്ക് ഒരു 5 രൂപ ഉണ്ടായിരുന്നു 15 ആയി, അരിക്ക് ഒരു 20 രൂപ ഉണ്ടായിരുന്നു 60, 50 അല്ലെങ്കിൽ 45 ആയി. റേഷന്റെ മാത്രമേ വ്യത്യാസമില്ലാതെ തുടരുന്നത്. ഇവിടെ വന്ന പ്രശ്നം, നമ്മുടെ ജീവിത നിലവാരം ഉയർന്നു, നമുക്ക് ജീവിതത്തിലുണ്ടായ ചെലവുകൾ ഉയർന്നു. അതേസമയം ജീവിതത്തിൽ നമുക്ക് കിട്ടുമായിരുന്ന പണം, ഇവിടുത്തെ ചെറുകിട കർഷകരുടെ കാർഷിക മേഖലയാണ്, റബ്ബറാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അതിൽ നിന്നുള്ള വരുമാനം സ്റ്റാഗ്നന്റ്, ഡെഡ് എന്ന് പറയുന്നത് 150 നമുക്ക് ചെലവ് പോലും ഓടിക്കാൻ പറ്റില്ല. എത്ര സമ്പന്നനാണ് നമ്മൾ തീർന്നു പോയി. അപ്പൊ 10 വർഷം ഇങ്ങനെ കിടന്നപ്പം നിങ്ങളോടൊരു ഉദാഹരണം പറയാം. 7 ലക്ഷം ടണ്ണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ മൊത്തം കേരളത്തിലെ ഉൽപ്പാദനം 100 രൂപ വെച്ച് നഷ്ടം വരുമ്പോൾ എത്രയാണ്? മേഖലയായ മുണ്ടക്കയത്തിന്റെ ദീർഘകാല ആവശ്യങ്ങളും വികസന പ്രതിസന്ധികളും ചർച്ച ചെയ്ത യോഗത്തിൽ നാടിന്റെ വികസന മുരടിപ്പ് മാറ്റുന്നതിനുള്ള നിരവധി കാര്യങ്ങൾ ഉയർന്നു വന്നു. മുണ്ടക്കയം ഫാമിലി ഹെൽത്ത് സെന്ററിൽ വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങളും കൂടുതൽ കിടക്കകളും അത്യാഹിത വിഭാഗങ്ങളും ഉൾപ്പെടുത്തി താലൂക്ക് ആശുപത്രിയായി ഉയർത്തണം. പ്രകൃതി ദുരന്തങ്ങളും തീപിടുത്തങ്ങളും ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനം ഉണ്ടാകുന്നതിന് കാലതാമസം ഒഴിവാക്കുവാൻ സ്ഥിരം ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥാപിക്കുക. വിവിധ സർക്കാർ ഓഫീസുകൾ ഒരേ കേന്ദ്രത്തിൽ പ്രവർത്തിക്കാനായി മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുക. പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുവാൻ KSRTC ഡിപ്പോ അനുവദിക്കുക തുടങ്ങിയവയും ചർച്ചയിൽ ഉയർന്നു വന്നു. മുണ്ടക്കയം ടൗണിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി നാഷണൽ ഹൈവേയിൽ നിന്നും സാറ്റലൈറ്റ് സർവേയിലൂടെ പുതിയ ബൈപ്പാസ് റോഡുകളുടെ അലൈൻമെന്റ് കണ്ടെത്തുന്നതിനും ശബരിമല തീർത്ഥാടന പാതകൾ ആധുനിക രീതിയിൽ നിലവാരം ഉയർത്തുവാനും ഏറെ നാളായി യാത്രാ ദുരിതം അനുഭവിക്കുന്ന മേഖലകളിലെ പാലങ്ങളും റോഡുകളും വീതി കൂട്ടി നിർമ്മിക്കുവാനും യോഗത്തിൽ ചർച്ച ഉയർന്നു വന്നു. മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ ജലജീവൻ മിഷൻ പദ്ധതിയെ മലങ്കര ഡാം പദ്ധതിയുമായി ബന്ധിപ്പിക്കുക. പഞ്ചായത്തിന്റെ നഷ്ടപ്പെട്ട ഭൂമികൾ റീസർവേയിലൂടെ വീണ്ടെടുക്കുന്നതിനും ഭൂരഹിതർക്ക് പട്ടയം നൽകുന്നതിനും ടൗൺ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന പശ്ചിമ ദേവസ്വം ബോർഡും പഞ്ചായത്തും തമ്മിലുള്ള തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുന്നതിനും മേഖലയിലെ പ്രധാന പ്രശ്നമായ മാലിന്യ സംസ്കരണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനോടൊപ്പം വിനോദസഞ്ചാര വികസനം, വന്യജീവി ശല്യം തടയൽ, പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കൽ, ആരാധനാലയങ്ങളുടെയും കാവുകളുടെയും അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും യോഗം ചർച്ച ചെയ്തു. വിദ്യാഭ്യാസ പുരോഗതിക്കായി പുതിയ IIT, +2 സ്കൂളുകൾ എന്നിവ അനുവദിക്കണമെന്നും ആവശ്യമുയർന്നു. നാടിന്റെ വികസന കുതിപ്പിന് ഊന്നൽ നൽകുന്ന വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ സമഗ്രമായ നിവേദനം യോഗത്തിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സുസമ്മ മാത്യു അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJയ്ക്ക് കൈമാറി. യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.